ജനി നീ എനിക്കിട്ട് പണിതല്ലേ? ആ ലുക്കില് എന്റെ ജോ എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചെന്ന്. നീ നോക്കിക്കോ, അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ പണി തരും. ആ പിന്നെ ജോയലെ, ആ ബോക്സിനകത്ത് വേറെ ചെറിയ ബോക്സ് ഉണ്ട്. അതാണ് ജോയലെ ജെനിയുടെ ഗിഫ്റ്റ്. അതിഷ്ടപ്പെട്ടാലേ എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു തരണം. സാലി, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് പുതിയ 3 സ്കീമുകളാണ് വരുന്നത്. ചോദിച്ചാ ഒന്നൂടെ. അതിന്റെ ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരീസ് ട്രിപ്പാണ് ഓഫർ. ഓ, ഇതിനു മുമ്പുണ്ടായിരുന്ന സിംഗപ്പൂർ ട്രിപ്പിനോ ദുബായ് ട്രിപ്പിനോ ആരാ പോയത്? അപ്പോഴത്തേക്ക് പുതിയ ടാർഗറ്റ് വന്നില്ലേ? ആ, അത് തന്നെ ഇനിയും വരും ടാർഗറ്റ്. അയ്യോ ജെനി, മോളെ ജെനി. മോളെ ജെനി, എന്ത് പറ്റി മോളെ? അയ്യോ, കഴിച്ചത് വയറ്റിന് പിടിച്ചിട്ടുണ്ടാവില്ല. മോളെ, ഇന്ന് ഈ മോളൊന്നും കഴിക്കണ്ട കേട്ടോ. റെസ്റ്റ് എടുക്ക്. ചെല്ല് ചെല്ല്. ഓ, അവൻ്റെയൊക്കെ ഒരു യോഗം. എന്തോരം ലൈൻ അവന് സെറ്റ് ആവുന്നു. എന്താ ഒരു മൂഡ് ഓഫ്? ഹലോ സാർ. ജോയലെ, ജോയലിന് ഞാനൊരു 3 വർഷത്തെ സമയം തന്നിരുന്നില്ലേ? അതിനൊരു മാറ്റമുണ്ട്. എന്ത് മാറ്റം? ഇനി 3 മാസമേ ഉള്ളൂ. എന്താ? 3 മാസത്തിനുള്ളിൽ എൻ്റെ വയറ് വീർക്കും. ഞാൻ പ്രഗ്നന്റാ. എന്താ ഇതെങ്ങനെ സംഭവിച്ചു? അതെങ്ങനെയാന്ന് നിനക്ക് അറിയില്ലേ? എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് ജോ. ഇനി നമ്മൾ എന്തോ ചെയ്യും? എന്ത് ചെയ്യാനാ? വയറ് വീർത്തു വരാൻ ഒരു 3-4 മാസം എടുക്കും. അതിനുള്ളില് ജോലി റെഡിയാക്കിട്ട് എന്നെ കെട്ടാൻ നോക്ക്. ഇത്ര പെട്ടെന്ന്? നമ്മളെ കുട്ടികളല്ലേ? കുട്ടികളോ? അതെ, ആ നേരത്തെ ആലോചിക്കണായിരുന്നു. ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാനേ പറ്റൂ. നമുക്കിത് വേണ്ടെന്ന് വെച്ചാലോ? ഇല്ല, നമുക്കിത് വേണം. ഇത് കളയാൻ മാത്രം ജോനോട് പറയണ്ട. നടക്കില്ല. ഇതിന് ഞാൻ പറഞ്ഞ വഴിയേ നടക്കൂ. അതുവരെ നമുക്കിത് ഒളിപ്പിച്ചു വെക്കണം. ഞാൻ പോവാ. എനിക്ക് വേണ്ടി ഛർദിക്കാനും തലവറ്റാനൊക്കെ വരുന്നുണ്ട്. നിന്നാ ശരിയാവില്ല. ജെനി, ജോ, ഇതിന്റെ പേരിൽ എന്നെ വേണ്ടാന്ന് വെച്ച് രക്ഷപ്പെടാനാണെങ്കിൽ പൊന്നു മോനെ ഞാൻ വീട്ടിൽ കയറി വരും. മനസ്സിലായോ? അതെന്റെ ജോ ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹലോ ജോ, നീ എന്താ എന്റെ മെസ്സേജിനൊന്നും റിപ്ലൈ ചെയ്യാത്ത? ഞാൻ കണ്ടില്ല ജെനി. ജോ, എനിക്ക് പച്ചമാങ്ങ വേണം. പച്ചമാങ്ങിയ? എന്തേ? പച്ചമാങ്ങ നീ കേട്ടിട്ടില്ലേ? ഇത്രയും ലേറ്റ് ആയോണ്ട് ചോദിച്ചേ. ഈ നേരത്തിന് എന്താ കുഴപ്പം? ജോ, എനിക്ക് ഇപ്പൊ പച്ചമാങ്ങ കിട്ടണം. അത് കിട്ടുന്നത് വരെ ഞാൻ ഉറങ്ങാതെ ടെറസിലിരിക്കും. കേട്ടോ? എന്താടാ? എടാ, പച്ചമാങ്ങ കിട്ടാൻ വല്ല വഴിയുണ്ടോ? പച്ചമാങ്ങയാ? നിനക്ക് വല്ലാത്ത സൂക്കേട് തന്നെ കേട്ടാ. എടാ, നീ വല്ല ടെലിഗ്രാമിൽ നോക്ക്. അല്ല, ഈ പച്ചമാങ്ങ എന്ന് പറഞ്ഞ സിനിമയുണ്ടോ? എടാ പോടാ, പച്ചമാങ്ങ സിനിമയല്ല, കഴിക്കുന്ന പച്ചമാങ്ങ. എന്താ കഴിക്കുന്ന പച്ചമാങ്ങ? ഞാൻ വല്ല വിളിച്ചു പറയും കേട്ടാ. നട്ടപ്പാതിരിക്ക് തിന്നാനാണോടാ പച്ചമാങ്ങ? നീ വെച്ചേ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്.
ആർക്കാ ചേട്ടാ ഈ സമയത്ത് പച്ചമാങ്ങ? കൂട്ടുകാരന്. കൂട്ടുകാരനോ അതോ കൂട്ടുകാരിക്കോ? എന്ത്? അടിപൊളി. നിന്നോടെ മറുപടി പറഞ്ഞ ശരിയാവില്ല. അളിയ കിട്ടിയോ പച്ചമാങ്ങ? ഇല്ലടാ, നിന്റെ 16 അടഞ്ചരത്തിനുള്ള പച്ചമാങ്ങ കിട്ടിയില്ല. നീയേ വല്ല പ്ലാവുമൊന്ന് പോയി പറക്കി കേട്ടാ. ഇനി മേലെ കല്യാണം കഴിഞ്ഞ ആരെങ്കിലും വിളിച്ച് പച്ചമാങ്ങ ചോദിച്ചാ വെച്ചിട്ട് പോടാ. മക്കളെടാ മാവ് പൂത്തിരിക്കണ കേട്ടോ. നല്ല ഒന്നാം തരം കണ്ണിമാങ്ങ അച്ചാറിടാനുള്ളതാ. അതന്നെ. ആ ഈ പച്ചമാങ്ങ ഈ അർദ്ധരാത്രി നിനക്ക് എന്തിനാടാ? അങ്ങളെ അത്യാവശ്യമായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യണം. ഇപ്പൊ തന്നെ ചെയ്യണം. അങ്കിളിന് ബുദ്ധിമുട്ടായോ? ഏയ് പച്ചമാങ്ങയിലെ പ്രോജക്റ്റോ? ഓ നിനക്ക് അസാമാന്യ ബുദ്ധിയാണല്ലോടാ. നിന്റെ പപ്പായ ഞെട്ടിക്കണം കേട്ടോ. ഞെട്ടും. അപ്പൊ മാത്രമല്ല അങ്കിളും ഞെട്ടും. പ്രോജക്റ്റ് ഇറങ്ങുമ്പോ എല്ലാരും ഞെട്ടും. നിനക്ക് ഇനിയും വേണം പച്ചമാങ്ങ? വേണ്ടെങ്കിലേ മതി. ഞാൻ പോവാ. കൊറേ കിടക്കുന്നടാ. മതി മതി. ഡീ ഇവൻ നമ്മുടെ കുടുംബത്തിന്റെ യശസ് ഉയർത്തും കേട്ടോ. എടാ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല ഞാനില്ല. അതിൽ വേറൊരു സാധനം ഉണ്ട്, നോക്കാവോ? അതെ, ഇതെങ്ങനെ പുറത്ത് പപ്പായ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഈ ഫ്രിഡ്ജിൽ ആരാ പച്ചമാങ്ങ വാങ്ങിച്ചു വെച്ചത്? പച്ചമാങ്ങയോ? ആ ജോച്ചൻ വാങ്ങിച്ചല്ലേ? ഞാൻ വാങ്ങിച്ചില്ല. ഇവിടെ എന്താ നടക്കുന്നേ? മമ്മി പച്ചമാങ്ങ ഞാനാ വാങ്ങിച്ച. ആ പ്രശ്നം തീർന്നല്ലോ. നിനക്കിതെപ്പോ കിട്ടി? സമയമൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. ജെന്നി, ജെന്നി. ഓ എന്നാ ടേസ്റ്റ് അതിന്. ആ ബെസ്റ്റ്. പച്ചമാങ്ങ കണ്ടപ്പോ ഒരു നൊസ്റ്റാൾജിയ. നന്നായി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നൊസ്റ്റാൾജിയ മതിയല്ലോ. അല്ല ബ്രേക്ക്ഫാസ്റ്റും പച്ചമാങ്ങയും കൂടെ മിക്സ് ആക്കല്ലേ. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി.